നമസ്കാരം. ആ നിർണായക സമയത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ഫെബ്രുവരി 28-ന് ഇറാൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറി അവിടുത്തെ പരമോന്നത നേതാവിനെ കൊന്ന് US-ഉം ഇസ്രായേലും ആരംഭിച്ച അസമാധാനത്തിൻ്റെ യുദ്ധം സ്ഥിരമായ സമാധാനത്തിലേക്ക് എത്തണം എന്ന ലോകത്തിൻ്റെ ആഗ്രഹത്തിലേക്കുള്ള പ്രധാന ചുവടുവെപ്പ്. ഇസ്ലാമാബാദ് സമാധാന ചർച്ചയുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം ട്രംപിൻ്റെ നിലപാടാണ്. ഒടുവിൽ ചർച്ചയ്ക്ക് മുന്നോടിയായി ട്രംപ് ഹോർമൂസിനെ മുൻനിർത്തി പ്രഖ്യാപനവുമായി രംഗത്തെത്തിയതാണ് ഏറ്റവും പ്രധാനം. ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഇറാൻ ഫീസ് ചുമത്തുന്ന കാര്യത്തിൽ പുനർവിചിന്തനം വേണമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ആവശ്യപ്പെട്ടു. അങ്ങനെ ഫീസ് പിരിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തണം. അതേസമയം സമാധാന ചർച്ചകളിൽ ഇറാൻ്റെ നഷ്ടപരിഹാരത്തിനുള്ള ആശയങ്ങളിൽ ഒന്നായി US-ഉം കൂടി അടങ്ങുന്ന സംയുക്ത സംഘം ഹോർമൂസിൽ ഫീസ് ഈടാക്കി നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ കഴിയും എന്ന നിലപാടാണ് ട്രംപിനുള്ളതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നതാണ്. എന്നാൽ ഇറാൻ ഒറ്റയ്ക്ക് ഫീസ് പിരിക്കാൻ പാടില്ല എന്നതാണ് ഇപ്പോൾ അദ്ദേഹം ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഒന്നിച്ച് പിരിച്ചിട്ട് ഇറാൻ്റെ സമാധാനം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പൈസ ഉണ്ടാക്കാം, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ ഫീസ് പിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇസ്ലാമാബാദ് ചർച്ചയിൽ പ്രധാന വിഷയം ഹോർമൂസ് ആയതിനാലും ഫീസ് ഒരു വിഷയമായി വരും എന്നതിനാലും ട്രംപിൻ്റെ ഈ നിലപാടിന് പ്രാധാന്യമുണ്ട്. ട്രംപിന് ഇസ്ലാമാബാദ് ചർച്ചകളിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് പറച്ചിൽ. എന്നാൽ ശാശ്വത വെടിനിർത്തലിനായുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഇസ്രായേൽ തുരങ്കം വെക്കുമോ എന്ന് ഇറാൻ സംശയിക്കുന്നുണ്ട്. നയതന്ത്ര ശ്രമങ്ങളെ അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇറാൻ ചർച്ചയിൽ പങ്കെടുക്കും എന്ന് പാകിസ്ഥാനിലെ ഇറാൻ സ്ഥാനപതി റേസ അമീറി മുഗാദം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇറാൻ മുന്നോട്ട് വെച്ച 10 ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് ചർച്ച എന്നും അദ്ദേഹം വ്യക്തമാക്കി. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെടിനിർത്തലിൻ്റെ കാര്യത്തിൽ ഇരുപക്ഷത്തിനുമിടയിൽ കാര്യമായ ആശങ്കയും നിലനിലുണ്ട്. നേരത്തെയും യുദ്ധം ആരംഭിച്ചതും ഒരു ചർച്ചയ്ക്കിടയിലാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഇറാൻ്റെ അവിശ്വാസത്തിന് പ്രധാന കാരണം ഇതാണ്. ആണവ നിർവ്യാപന കരാർ ഉണ്ടാക്കുന്നതിനായി US-ഉമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ചർച്ചയ്ക്ക് സമാന്തരമായി അപ്രതീക്ഷിതമായി ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും ഇറാനെ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സമാധാന ശ്രമങ്ങളും യുദ്ധത്തിൽ ലക്ഷ്യം നേടാനാകാതെ വന്നപ്പോൾ ഒരുക്കിയ ചതിക്കുഴിയാണോ എന്ന സംശയം ഇറാൻ എപ്പോഴും ഉണ്ട്. US-ൻ്റെ ശക്തമായ സുഹൃത്തു കൂടിയായ പാകിസ്ഥാനാണ് ചർച്ച നടത്തുന്നത് എന്നതും ഇറാൻ്റെ പ്രധാന ആശങ്കയാണ്. നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പാകിസ്ഥാനിൽ വിശ്വാസമില്ല എന്നാണ് ആദ്യം ഇറാൻ നിലപാടെടുത്തത്. എന്നാൽ ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ ചർച്ച നടക്കും എന്ന പുതിയ സമീപനത്തിലാണ് അവർ വിട്ടുവീഴ്ച ചെയ്തത്. ഞങ്ങൾ വെച്ച നിർദ്ദേശം ചർച്ച ചെയ്യാനാണെങ്കിൽ റെഡിയാണ്, വെടിനിർത്തലിന് സമ്മതമാണെന്ന് പറഞ്ഞത്. US-ൻ്റെ വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചർച്ചയ്ക്ക് എത്തുന്നത്. സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിൻ്റെ മരുമകൻ ജാരദ് കുഷ്ണർ എന്നിവരും സംഘത്തിൽ ഉണ്ട്. അതിനിടെ US-നെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുടെ പ്രസ്താവന പുറത്തു വന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും രാജ്യത്തെ ആക്രമിച്ചവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്നും ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്ത മുജ്തബയുടെ പ്രസ്താവനയിൽ പറഞ്ഞു. തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരത്തുക ഈടാക്കുമെന്നും മുജ്തബ പ്രസ്താവനയിൽ പറഞ്ഞു. മുജ്തബ ഖമനേയി എഴുതി നൽകിയ പ്രസ്താവനയാണ് ചാനലുകൾ സംപ്രേഷണം ചെയ്തത്. മുജ്തബ എവിടെയാണ് എന്ന് ഇതുവരെ CIA-ക്കും മൊസാദിനും പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. വെടിനിർത്തൽ കരാർ ഹോർമൂസിനെ മുൻനിർത്തി ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മുജ്തബയെ വധിക്കുമെന്ന പ്രഖ്യാപനം ഇസ്രായേൽ ഇതുവരെ പിൻവലിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ നേരിട്ടുള്ള ദൃശ്യങ്ങൾ തെളിയുന്ന രീതിയിലുള്ള പ്രസ്താവന നൽകാൻ അവർ തയ്യാറായിട്ടില്ല. രഹസ്യാത്മകത സൂക്ഷിക്കുകയാണ്. മുജ്തബ എവിടെയാണ് എന്നോ എന്ത് തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് എന്നോ വ്യക്തമാകാത്ത വിധത്തിൽ ആണ് അദ്ദേഹം പ്രസ്താവന പുറത്തിറക്കിയത്. ഇറാൻ ചാനലുകൾ അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. പ്രതികാര സ്വരത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇറാൻ്റെ നിലപാട് ഉറച്ചതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലുള്ളത്. മാത്രമല്ല, നഷ്ടപരിഹാര തുക ഈടാക്കും എന്ന് പ്രഖ്യാപനത്തിലൂടെ ഹോർമൂസിൽ നിന്ന് ചുങ്കം പിരിക്കാനുള്ള നടപടിയിൽ നിന്ന് പിൻവാങ്ങാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാകുന്നത്. ഇറാൻ്റെ അധീനതയിലുള്ള ഹോർമൂസ് സമാധാന ചർച്ചയുടെ പേരിൽ പിടിച്ചെടുക്കാനുള്ള നീക്കം മുളയിലേ നുള്ളുകയാണ് മുജ്തബ ചെയ്യുന്നത്. അത് ഞങ്ങളുടേതാണ് എന്ന നിലപാട് അദ്ദേഹം പറയുകയാണ്. യുദ്ധത്തിൽ ഇറാനുണ്ടായ ഓരോ നാശനഷ്ടത്തിനും, രക്തസാക്ഷികളുടെ ജീവനും പരിക്കേറ്റവർക്കുള്ള നഷ്ടപരിഹാരത്തിനും ഞങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമൊക്കെ ഉത്തരവാദികളാണ് അക്രമികൾ, അല്ലെങ്കിൽ US-ഉം ഇസ്രായേലും. ഓരോന്നിനും നഷ്ടപരിഹാരം എണ്ണി ചോദിക്കും. ഇസ്രായേൽ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനേയിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചോദിക്കും. ഇങ്ങനെ മുജ്തബ യുദ്ധം ഇറാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കില്ലെന്ന് പറയുമ്പോൾ തന്നെ തങ്ങളുടെ യഥാർത്ഥ നിലപാടും ഒപ്പം പറയുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് വായിച്ചിട്ടാണ് ഇനി സമാധാന ചർച്ചയിലുണ്ടാകുന്ന നിഗമനങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാൻ കഴിയുക. ഇതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന കാര്യത്തിൽ
ഇറാൻ വളരെ മോശമായ രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്ന് ട്രംപിൻ്റെ പ്രസ്താവന നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ചിലർ ഇതിനെ അന്തസ്സില്ലാത്ത നടപടി എന്നുപോലും വിശേഷിപ്പിക്കും. US-ഉം ഇറാനും തമ്മിലുള്ള കരാർ ഇങ്ങനെയുള്ളതല്ല എന്നും ട്രംപ് കഴിഞ്ഞ ദിവസം അത് വ്യക്തമാക്കിയിരുന്നു നിലപാട്. ഇതിനൊപ്പം ഇറാനെ വളഞ്ഞു നിൽക്കുന്ന US കപ്പലുകളും സേനാവ്യൂഹങ്ങളും അവിടെ നിന്ന് മാറ്റാൻ ഈ സമാധാന ചർച്ച നടക്കുന്നു എന്നുള്ളതുകൊണ്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കടുത്ത നിലപാട് ഇറാൻ സ്വീകരിച്ചു പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലെ ബോംബുകൾ ഇറാൻ്റെ രക്ഷയ്ക്കാണെന്നും യുദ്ധകാലത്ത് വെച്ച ബോംബുകൾ അവിടെ തന്നെ കിടപ്പുണ്ടെന്നും ഇറാൻ ഓർപ്പിക്കുന്നുണ്ട്. അത് അമേരിക്കയോട് മാത്രമല്ല, ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഹോർമൂസിലെ സംയുക്ത സേനയുടെ അകമ്പടിയോടെ കപ്പൽ ഗതാഗതം സാധ്യമാക്കാനുള്ള ആലോചന നടക്കുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ ബ്രിട്ടൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനും ഉള്ള മുന്നറിയിപ്പായിട്ടാണ്, പാശ്ചാത്യ ശക്തികൾക്കാകെയുള്ള മുന്നറിയിപ്പായിട്ടാണ് കണക്കാക്കുന്നത്. ഇറാൻ വൻകരയോട് ചേർന്ന കടൽ മേഖലയിൽ കപ്പലുകൾ സാധാരണ പോകാറുള്ള പാതയിലാണ് ഫെബ്രുവരി 28 ശേഷം ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർ ബോംബുകൾ പാകിയത്. മാത്രമല്ല, വെടിനിർത്തലിൻ്റെ ഇടവേളയിൽ ഹോർമൂസിൽ തങ്ങളുടെ അനുമതിയില്ലാതെ കപ്പലുകൾ കടത്തിവിടാനുള്ള നീക്കത്തിനെതിരായ ശക്തമായ നിലപാടാണ് ഇറാൻ കൈക്കൊണ്ടിട്ടുള്ളത്. പ്രതിദിനം 15 കപ്പലുകൾക്ക് മാത്രമേ സഞ്ചരിക്കാൻ അനുമതിയുള്ളൂ എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസി ടാസ് ഈ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനും US-ഉം തമ്മിൽ 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും കപ്പൽ ഗതാഗതം ഇറാൻ്റെ നിയന്ത്രണത്തിലാണ്. US-ൻ്റെയും ഇസ്രായേലിൻ്റെയും അടക്കം ഇറാനെതിരെ യുദ്ധത്തിൽ അവർക്കൊപ്പം അണിനിരന്നിട്ടുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കനത്ത നിയന്ത്രണം ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. അത് നിലനിർത്തിക്കൊണ്ടാണ് കപ്പലുകൾ ഇപ്പോൾ കടത്തിവിടുന്നത്. മാത്രമല്ല, കപ്പലുകൾക്ക് നികുതിയും ഈടാക്കുന്നുണ്ട് എന്ന് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ട്രംപിൻ്റെ ആ റിപ്പോർട്ടുകൾക്ക് അടിസ്ഥാനമായ വിവരം വാർത്താ ഏജൻസികളും ആവർത്തിക്കുന്നുണ്ട്. ഹോർമൂസിൽ നിലവിലുള്ളതിന് പകരമായി പുതിയ ജലപാതകളും ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാന ജലപാതയായ ഹോർമൂസിൽ മൈനുകൾ സ്ഥാപിച്ചതുകൊണ്ട് ബദൽ കപ്പൽ പാതകളും ഉപയോഗിക്കാമെന്ന് ഇറാൻ പറയുന്നു. വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഹോർമൂസിൽ കാര്യങ്ങൾ ഇപ്പോൾ ശാന്തമാണ്. ഒപ്പം പശ്ചിമേഷ്യയിൽ കാര്യമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇറാൻ്റെ ആക്രമണം നിർത്തിവെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് GCC രാജ്യങ്ങളിൽ ശാന്തത കൈവന്നത്. വ്യോമാക്രമണങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഇറാൻ നടത്തിയിട്ടില്ലെന്ന് UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ഒമാൻ എന്നിവിടങ്ങളിലൊന്നും ആക്രമണം ഉണ്ടായിട്ടില്ല. US-ഉം ഇസ്രായേലും ഇറാൻ ആക്രമണം ആരംഭിച്ചതിന് ശേഷം UAE അടക്കമുള്ള US വ്യോമ താവളങ്ങളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട ഇറാൻ പിന്നീട് നടത്തിയ ആക്രമണങ്ങളിൽ വമ്പൻ നാശനഷ്ടമാണ് US-നും ഇസ്രായേലിനും ഉണ്ടായത്. മാത്രമല്ല, അതത് രാജ്യങ്ങളുടെ തന്നെ സുരക്ഷയെ ബാധിക്കും മട്ടിലേക്ക് അത് മാറുകയും ചെയ്തു. US താവളങ്ങളെല്ലാം കാര്യമായ കേടുപാടുകളേറ്റ നിലയിലാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് പ്രവാസികളെയും ഇത് ആശങ്കയിലാക്കിയിരുന്നു അവിടങ്ങളിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ. വെടിനിർത്തലോടെ തൽക്കാലത്തേക്ക് ആക്രമണങ്ങൾ അവസാനിച്ചത് GCC രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ആശ്വാസമായിട്ടുണ്ട്. അത് നമ്മളെ പോലെയുള്ള രാജ്യങ്ങളിലും ആശ്വാസമായി പടർന്നു. ഇതിനിടെ ഇസ്രായേൽ പാകിസ്ഥാൻ വാക്പോരും രൂപപ്പെട്ടു. ഇറാനുമായുള്ള US ചർച്ചയുടെ ആദ്യഘട്ടം പാകിസ്ഥാൻ്റെ അധ്യക്ഷതയിൽ നടക്കുമ്പോൾ നിർണായക നിലപാടുമായിട്ട് ഇസ്രായേൽ രംഗത്ത് വന്നു. ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാനെ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇസ്ലാമാബാദിലെ ചർച്ചകളിൽ പാകിസ്ഥാനെ വിശ്വാസമില്ലെന്നും US-നെയാണ് വിശ്വാസമെന്നും ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ റൂബൻ അസർ പറഞ്ഞു. പാകിസ്ഥാൻ ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അവരെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പാകിസ്ഥാനാണ് ഞങ്ങളുടെ ഈ സാഹചര്യങ്ങളെ അവിശ്വസനീയത രേഖപ്പെടുത്താൻ കാരണം. പക്ഷേ US-ന് വിശ്വാസമുണ്ട്. അവരാണ് സമാധാന ചർച്ചകൾ ഞങ്ങൾക്ക് വിശ്വാസം. എന്നാൽ ഈ സാഹചര്യം റൂബൻ അസറിൻ്റെ പ്രഖ്യാപനത്തിന്, ഈ പ്രസ്താവനയ്ക്ക് ശേഷമുള്ള സാഹചര്യം വഷളാകുന്ന രീതിയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും പ്രതികരണങ്ങളും വന്നു. ഇസ്രായേൽ ക്യാൻസർ ബാധിച്ച രാജ്യമാണെന്ന നിലപാടുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രംഗത്തെത്തി. ഇസ്രായേൽ മനുഷ്യരാശിയുടെ ശാപം എന്നാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത്. എന്നാൽ സമാധാന ചർച്ചകൾക്കിടയിൽ ഖ്വാജ ആസിഫിൻ്റെ നിലപാട് ശരിയല്ലെന്ന് പറഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചടിക്കുകയും ചെയ്തു. ചർച്ചകളുടെ ഈ പശ്ചാത്തലം ശ്രദ്ധേയമാണ്. യുദ്ധത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ലക്ഷ്യം നേടാനാകാതെ പ്രതിസന്ധിയിലായ US സമാധാനത്തിനായി പല വഴികൾ പലപ്പോഴും തേടി. ഇസ്രായേലിന് ഇഷ്ടമില്ലാത്ത നിലയിൽ US സമാധാനത്തിന് പല വഴികൾ തേടി. ട്രംപിൻ്റെ വെല്ലുവിളികൾ വന്നു. അതിലൊന്നും കുടുങ്ങാതെ, പേടിക്കാതെ ഡു ഓർ ഡൈ നിലപാടുമായി ഇറാൻ നിലകൊണ്ടു. ട്രംപ് തന്നെ 48 മണിക്കൂർ വെടിനിർത്തൽ പറഞ്ഞു, ഭീഷണികൾ പുറപ്പെടുവിച്ചു. എന്നാൽ ഇറാൻ വിട്ടുവീഴ്ച ചെയ്തില്ല. അവസാനം ട്രംപിൻ്റെ 15 നിർദ്ദേശങ്ങളും മുന്നോട്ട് വന്നു. ഇതിനെല്ലാം പാരവെക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ട്രംപ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ പക്ഷേ ആ മട്ടിൽ അംഗീകരിച്ചില്ല. തങ്ങളുടെ ആധിപത്യം അല്ലെങ്കിൽ പരമാധികാരം ഇല്ലാത്ത നിലയിൽ അതിനെ കീഴടങ്ങേണ്ട സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ ഇറാൻ ആഗ്രഹിച്ചില്ല. ഹോർമൂസിനെ മുൻനിർത്തി ഒടുവിൽ ഇറാൻ
10 നിർദ്ദേശം അങ്ങോട്ട് വച്ചു. ഒടുവിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രംപ് ചർച്ചയ്ക്കൊരുങ്ങി. അങ്ങനെയാണ് താൽക്കാലിക വെടിനിർത്തലിനും നിർണായക ഇസ്ലാമാബാദ് ചർച്ചയ്ക്കും കളം ഒരുങ്ങിയത്. എല്ലാ ഉപരോധങ്ങളും നീക്കുക, യുദ്ധനഷ്ടത്തിന് പരിഹാരം നൽകുക, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇറാൻ്റെ നിയന്ത്രണം അംഗീകരിക്കുക എന്നിവയാണ് ഇറാൻ്റെ മുഖ്യ ആവശ്യങ്ങൾ. അമേരിക്കയ്ക്കും അനുഭാവ നിലപാടുള്ളത് ഇതിലാണ്. നമ്മൾ നേരത്തെ 10 നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണെന്ന് മറ്റൊരു വീഡിയോയിൽ പരിശോധിച്ചിരുന്നതാണ്. പക്ഷേ ഇതിനൊപ്പം സഖ്യകക്ഷികളെ ആക്രമിക്കുന്ന നിർത്തണം എന്നുള്ള ആവശ്യവും ഇറാൻ്റെ 10 ലബനനിലെ ആക്രമണം നിർത്തുക, ഹിസ്ബുള്ളി അടക്കമുള്ള സംഘങ്ങൾക്കെതിരായ നീക്കങ്ങൾ അവസാനിപ്പിക്കുക എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അത് എത്രമാത്രം അംഗീകരിക്കപ്പെടും എന്നുള്ളത് ഉറപ്പില്ല. ഇസ്രായേൽ അതിന് വഴങ്ങില്ല. എങ്കിലും ഇറാൻ്റെ ഭൂരിഭാഗങ്ങളും ആവശ്യം അംഗീകരിക്കാനാണ് സാധ്യതയെന്ന് ട്രംപിൻ്റെ നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഹോർമുസിൽ കപ്പലുകൾക്ക് ചുങ്കം ഈടാക്കുന്നതിലൂടെ ധാരാളം പണം ലഭിക്കുമെന്നും അത് ഇറാനിലെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കാം എന്ന് വരെ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇറാനെതിരമായ ഉപരോധങ്ങളിൽ ഇളവുകളും വാഗ്ദാനം ചെയ്തു. ഹോർമുസിൻ്റെ ഭാവി നിയന്ത്രണത്തിനെ ചൊല്ലി പക്ഷേ ഇപ്പോഴും തർക്കം ബാക്കിയുണ്ട്. ഗതാഗതം സുഗമമാക്കാൻ US കാവലുണ്ടാകും എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ്റെ അനുമതിയില്ലാതെ കപ്പലുകൾ വിടില്ലെന്ന് അവരുടെ നിലപാട്. എന്തായാലും ഇസ്ലാമാബാദ് ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഇറാൻ്റെ ആവശ്യങ്ങളിൽ ഭൂരിഭാഗത്തിനും വഴങ്ങുന്ന ട്രംപിനെയാണ് നമ്മൾ കാണുന്നത്. യുദ്ധം ആരംഭിച്ച് കൈപൊള്ളിയ നേതൃത്വം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്ന നിലപാടിലേക്ക് എത്തിയെന്ന് വേണം കരുതാൻ. ചർച്ചകളിൽ ഇസ്രായേലിൻ്റെ പാരയും ട്രംപിൻ്റെ നിലപാടുകളും കൂടി എങ്ങനെയായിരിക്കും എന്ന് അന്തിമ ഫലം നിർണ്ണയിക്കും എന്നതിനെ അനുസരിച്ചാകും ബാക്കി സമാധാനം രൂപപ്പെടുക. നല്ലത് സംഭവിക്കട്ടെ. സമാധാനത്തിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.